ഗൈസ് ഇത് ക്യാരറ്റ് ഉണ്ട്. ഇനി ക്യാരറ്റ് ചെത്തി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതെന്താണ് ചെയ്യാ? ഇളക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തോ? അപ്പൊ ഇത് ക്യാരറ്റ് ഇതാ വെച്ചിട്ടുണ്ട്. ഇനി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ചെത്തണം. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അല്ല ഇത് വോയിസ് ഓവർ കൊടുക്കാം. വീഡിയോ എടുത്താൽ ഭയങ്കര ഉച്ച. ഇതാണ് അരിവങ്ങാറ്റവള പാത്രം. ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കണം. തിന്നണം കേട്ടാ. എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് വേണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെയ്യ് വേണം. ഞാൻ ഡ്രൈ ആണെന്നിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഹേ ഗായ്സ്, അങ്ങനെ ഇതാ നെയ്യ് ഒഴിച്ച് ഇത് വഴറ്റുകയാണ്. വളരെ നൈസായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുറച്ച് വഴറ്റിയ ഒരു നെയ്യും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വഴറ്റി സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വാടി കിട്ടിയാലേ പറ്റുള്ളൂ. ഇത് നമ്മൾ ക്യാരറ്റ് പോളയാണ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് മുട്ടയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മുട്ട എടുക്കാം. ഇതാ കുറച്ച് വഴറ്റൊന്ന് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇത് കൂടെ മിക്സ് ചെയ്യാനുള്ള കുറച്ച് ചേരുവകളുണ്ട്. മുട്ട എടുത്തിട്ടുണ്ട്. ബലൂൺ ഇപ്പം പൊട്ടണ കോളുണ്ട്. കുറച്ച് ഏലക്ക, പഞ്ചസാര, മുട്ട പൊട്ടിച്ച് എന്തൊക്കെ ഇട്ട് തീയ പറ. ഓ ശരി. ഇത് മുട്ട, ഏലക്ക, ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വേണ്ട, ഞാൻ ഇടാൻ കണക്കിന്. ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് പറയൂ. വീഴത്ത് തീനിരിച്ചാണ്. മുട്ട ഇട്ട് പഞ്ചസാര ഇട്ടു. പിന്നെ ഒന്നും കൂടെ ഇട്ടല്ലാന്നില്ലേ? ഏലക്ക തോന്നുന്നു. ഇങ്ങനെ അതിന് നമുക്ക് ഇത് വരണ്ടായിരുന്നു. സംസാരിക്കണല്ലേ? എന്ത് അപ്പൊ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറുവി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. ക്യാരറ്റ് പോള എന്നാണ് പറയുന്നത്. നമുക്കിത് കുറുവി എടുക്കാം. ഇത് നമുക്ക് പായസമൊക്കെ വയ്ക്കുമ്പോൾ കുറുവി എടുക്കണം. ഇത് ഒരു കേക്ക് പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വേവിച്ചാണ് എടുക്കാനുള്ളത്. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഞാൻ കേക്ക് പുഡിംഗ് ചെയ്തപ്പോഴും ഇതുപോലെയായിരുന്നു. കുറച്ച് വറ്റി വരണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് കുറച്ച് വറ്റി വരണം. ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ഇട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല വറ്റിച്ച് വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മളെ ക്യാരറ്റൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്ത കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലുക്കിലാണ് കിട്ടിയത്.
എന്റെ കൈ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് വഴറ്റിയതിൻ്റെ ഇതാണ്, ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. സെറ്റായി വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല, ആവി കയറുന്നതേ ഉള്ളൂ. ഇത് നല്ലൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിസ്തയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആകാശം നോക്കിയില്ലേ? ക്യാരറ്റ് ഉണ്ട്, പിന്നെ നെയ്യുണ്ട്, പിന്നെ മുട്ടയുണ്ട്, പിന്നെ എന്താണ് പിട്ടുണ്ട്, ബനാമുണ്ട്, പിന്നെ ഈ സാധനമുണ്ട്. അത് പിസ്ത അല്ല. മധുരത്തിന് എന്തോന്നിട്ട്? മധുരത്തിന് അത് പഞ്ചാര. ആ വെറും പഞ്ചാര.